നമുക്കിന്ന് ഒരു നല്ല ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. ഓവനും ബീറ്ററൊന്നും ഉപയോഗിക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു 150 ഗ്ലാസിൻ്റെ പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചു കൊണ്ടുവന്നതാണത്. ഇതിലേക്ക് ഇനി 3 മുട്ട എടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള മുട്ടയാട്ടോ. ഇത് രണ്ടും കൂടി അടിച്ച് നല്ല പതപ്പിച്ച് കൊണ്ടുവരണം കേട്ടോ. ബീറ്ററൊന്നും വേണമെന്നില്ല, നമുക്ക് മിക്സി മതി. ഇത് നന്നായി അടിച്ച് പതപ്പിച്ച് കൊണ്ടുവന്നതാണിത്. ഇതിലേക്ക് 1 സ്പൂണോളം വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ എടുത്ത പഞ്ചസാര എടുത്ത ഗ്ലാസ്സിൽ തന്നെ 150 ഗ്ലാസിൻ്റെ 1/4 ഭാഗം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതും അടിച്ച് കൊണ്ടുവന്ന് ഒരു ഡ്രൈ, വളരെ ഒട്ടും വെള്ളമൊന്നും പാടില്ല കേട്ടോ, അങ്ങനെ ഒരു പാത്രത്തിൽ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഈ കപ്പ് കൊണ്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് 2-3 വട്ടം അരിച്ചെടുക്കണം. അപ്പോൾ ഒരു വട്ടം അരിക്കുന്നത് ഞാനതിൽ കാണിച്ചു തരാം കേട്ടോ. 3 വട്ടം അരിച്ചെടുക്കുമ്പോഴാണ് നമുക്കിതിലുള്ള കട്ടയും അതുപോലെ നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തും ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ തരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കളയാം. ഇനി അങ്ങനെ 2 പ്രാവശ്യം കൂടി ഞാൻ അരിച്ചെടുത്താണ്. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച് വെച്ച കൂട്ടിലേക്ക് ഇതിങ്ങനെ കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു 3 വട്ടം കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അല്ലാണ്ട് വേഗത്തിൽ ഇളക്കി അത് അതിൻ്റെ സോഫ്റ്റ്നെസ് കളയരുത്. ഇത്തിരി പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാതും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച അതിൽ 1 സ്പൂണ് ചൊറുക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ച 8 ഇഞ്ചിൻ്റെ ട്രേയിലേക്കാണ് ഞാനത് ഇട്ടത്. 2-3-4 വട്ടം ഇങ്ങനെ തട്ടി കൊടുക്കാൻ തയ്യാറൊക്കെ പോകാനായിട്ട്. പിന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു 15 മിനിറ്റായിട്ട് ഒരു ബേസിൻ. അതിലേക്ക് നമ്മൾ അലുമിനിയനാണ്, അത് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 30-35 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ല രസമായിട്ട് ആയിക്കിട്ടും. ഇപ്പോൾ ഞാനത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കണ ഓവനൊന്നുമില്ല എനിക്ക്. അപ്പോൾ ഇതിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് അപ്പോൾ ഒരു 30 മിനിറ്റ് ആയപ്പോൾ എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേക്ക്. ഇനി അത് ചൂടാറാൻ വെച്ചാണിത്. ഇപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അതിൻ്റെ ബാക്കൊക്കെ ഉണ്ട്, നല്ല രസമായി വന്നിട്ടുണ്ട്. ഒട്ടും കരി അങ്ങനെയൊന്നുമില്ല. ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. നല്ല രസമായിട്ടുള്ള കേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു ഗണേഷ് തയ്യാറാക്കണം കേട്ടോ. അത് ഇതാണ് കേക്ക്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഗണേഷ് തയ്യാറാക്കാനായിട്ട് ഒരു 3/4 ഗ്ലാസ് ചുട് പാല്, അതിലേക്ക് ഞാനൊരു 25 ഗ്രാം ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട്, ബ്ലാക്ക് ചോക്ലേറ്റ്. അങ്ങനെ അലിയിച്ചെടുത്തിട്ടുണ്ട്. അതിലൊരു സ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇളക്കിയെടുത്താണ്. ഇനി ഇതിലേക്ക് ഞാൻ കൊക്കോ പൗഡർ 2 ടീസ്പൂണും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് മാത്രം ഇട്ടാലും മതി. അപ്പോൾ ഞാൻ ഇത്ര ചോക്ലേറ്റ് അതിൽ ചേർക്കണുള്ളൂ. എന്നിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടിയിൽ പാത്രം വെച്ചിട്ട് നേരിട്ട് ഇതിന് ഫയർ കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഒരു അടിയിൽ പാത്രം തിളപ്പിച്ച് എടുക്കുക, അതിൻ്റെ മീതെ ഇത് വെച്ചിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ ഇളക്കി വളരെ ടേസ്റ്റാണ് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം. നമ്മളത് വാങ്ങിക്കാൻ പോകുമ്പോൾ വലിയ വിലയൊക്കെയാണ്.
അപ്പോൾ കുട്ടികൾക്ക് വരുമ്പോൾ അപ്പു കൂടെ എപ്പോഴും ചോദിക്കും അമ്മ ചോക്ലേറ്റ് ചോദിക്കും, ചോക്ലേറ്റ് കേക്ക്. ഇപ്പം ഞാനൊരു 25 ഗ്രാം ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിടുമ്പോഴാണ് ഇതിനൊരു ഗ്ലേസിങ് ഒക്കെ വരുന്നത്, അതുപോലെ ടേസ്റ്റിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഗണേഷ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കാം. അതേപോലെ തന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് മുകളിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം എല്ലാ ഭാഗത്താവണ വിധത്തിൽ. അപ്പോൾ ഞാൻ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ വേറെ പാത്രങ്ങളിലൊന്നും ആവില്ല, നല്ല രസമായിട്ട് കിട്ടും ചെയ്യും. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം ഇതേപോലെ. അപ്പോൾ നമുക്ക് ഓവനും ബീറ്ററും ഒന്നും വേണ്ട, നല്ല രസമായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുത്ത് മക്കൾക്ക് കൊടുക്കാം. നല്ല കേക്കായിട്ട് വന്നിട്ട് ഇതേപോലെ ബട്ടർ പേപ്പർ കൊണ്ട് എടുത്താൽ മതി. അപ്പോൾ ഒന്നും പോവില്ല കേക്കിൻ്റെ. നല്ല കേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചെടുത്താണ് കേട്ടോ. അത് നല്ല ചോക്ലേറ്റ് കേക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. താങ്ക് യു, ബൈ. ഓക്കെ.